കേരള വികസന കുതിപ്പിന് കഴിഞ്ഞ 9 വർഷമായി അതിവേഗം പകർന്നത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡാണെന്ന് നിസ്സംശയം പറയാനാകും. ആരോഗ്യം, വിദ്യാഭ്യാസം, ഗതാഗതം, ടൂറിസം തുടങ്ങി സമസ്ത മേഖലകളിലും പതിറ്റാണ്ടുകളായി നമ്മുടെ നാട് ആഗ്രഹിച്ച പദ്ധതികൾ കിഫ്ബി ഫണ്ട് മുഖേന വിഭാവനം ചെയ്ത് നടപ്പിലാക്കി വരികയാണ് സംസ്ഥാന സർക്കാർ. ആയിരത്തി 1999 ശ്രീ ഇ കെ നായനാർ സർക്കാരിൻ്റെ കാലത്താണ് കിഫ്ബിക്ക് രൂപം നൽകിയത്. 2016 അതായത് കഴിഞ്ഞ സർക്കാർ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ഭരണം ആരംഭിച്ച സർക്കാർ കേരളത്തിൻ്റെ വികസന പദ്ധതിയായി കിഫ്ബിയെ മാറ്റി. ഇന്ന് കേരള വികസനത്തിലെ നിർണായക പങ്കുള്ള സ്ഥാപനമായി കിഫ്ബി മാറി. ആകെ 1147 പദ്ധതികൾക്ക് അനുമതി, 87,408 കോടി 62 ലക്ഷം രൂപയുടെ പദ്ധതികൾക്കാണ് അനുമതി. സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതികളായ മലയോര ഹൈവേയിലും തീരദേശ ഹൈവേയിലും കണ്ണൂർ എയർപോർട്ട് കണക്ടിവിറ്റി പാക്കേജിലും ഉൾപ്പെട്ട റോഡുകൾ, ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാത, പാലങ്ങൾ, റെയിൽവേ മേൽപ്പാലങ്ങൾ, ബൈപ്പാസുകൾ, ഫ്ളൈ ഓവറുകൾ, ജംഗ്ഷൻ വികസനം തുടങ്ങി വിവിധ പദ്ധതികളാണ് കിഫ്ബി ഫണ്ടിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. പ്രസ്തുത പ്രവൃത്തികളുടെ നിർവഹണത്തിനായി പൊതുമരാമത്ത് വകുപ്പ് കേരള റോഡ് ഫണ്ട് ബോർഡ്, റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കേരള, റോഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി കേരള ലിമിറ്റഡ്, കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ്, കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നീ ഏജൻസികളെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്.
കിഫ്ബി ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിക്കുന്നത് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വേണ്ടിയാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പദ്ധതികൾ പൊതുമരാമത്ത് പദ്ധതികളാണ്. പൊതുമരാമത്ത് വകുപ്പ് വഴി മാത്രം 511 പദ്ധതികൾ 33,101 കോടി രൂപ ഇതിൻ്റെ ഭാഗമായി ഫണ്ട് അനുവദിക്കപ്പെട്ടു. പതിറ്റാണ്ടുകളായി നമ്മുടെ നാട് ആഗ്രഹിച്ച പദ്ധതികൾ യാഥാർത്ഥ്യമായത് കിഫ്ബി വഴിയാണ്. ഒരിക്കലും നടക്കുമെന്ന് നമ്മളൊന്നും കരുതാത്ത, നടക്കില്ലെന്ന് ഉറപ്പിച്ച വികസന പദ്ധതികളാണ് കിഫ്ബി വഴി യാഥാർത്ഥ്യമായത്. പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ കിഫ്ബി ഫണ്ട് മുഖേന 513 പദ്ധതികൾക്കായി 33,418.17 കോടി രൂപയുടെ സാമ്പത്തിക അനുമതിയാണ് കിഫ്ബി ഇതുവരെ നൽകിയിട്ടുള്ളത്. സാമ്പത്തിക അനുമതി നൽകിയ പദ്ധതികളിൽ 15,525.91 കോടി രൂപയുടെ പദ്ധതികൾ ടെൻഡർ ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ 12,401.3 കോടി രൂപയുടെ 246 പദ്ധതികൾ പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളതോ വർക്ക് അവാർഡ് ചെയ്തിട്ടുള്ളതോ ആണ്. ഇതിൽ 93 പ്രവർത്തികളിലായി 3,685.73 കോടി രൂപയുടെ 1,100-ൽ പരം കിലോമീറ്റർ വരുന്ന റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളതും 8,448.65 കോടി രൂപയുടെ 145 പ്രവർത്തികൾ നിലവിൽ പുരോഗമിച്ചു വരുന്നതുമാണ്. കിഫ്ബി പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും പശ്ചാത്തല വികസനം സാധ്യമാക്കി എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ അടക്കം നല്ല വികസന പ്രവർത്തനങ്ങൾ നടന്നു. നല്ല റോഡുകളും പാലങ്ങളും യാഥാർത്ഥ്യമായി. ഡിസൈൻഡായ നിലവാരമുള്ള പദ്ധതികളാണ് കിഫ്ബി വഴി നടപ്പാക്കിയത്. 223 റോഡുകൾ, 91 പാലങ്ങൾ, 57 റെയിൽവേ മേൽപ്പാലങ്ങൾ, 15 ഫ്ലൈ ഓവറുകൾ, ഒരു അടിപ്പാത എന്നിവയൊക്കെ നിർമ്മിക്കുന്നത് കിഫ്ബി വഴിയാണ്. കാസർഗോഡ് ജില്ലയിലെ നന്താരപ്പടവ് മുതൽ തിരുവനന്തപുരം ജില്ലയിലെ പാറശാല വരെ നീളുന്ന 1,167 കിലോമീറ്റർ ദൈർഘ്യമുള്ള മലയോര ഹൈവേ പദ്ധതിക്ക് 3,500 കോടി രൂപയാണ് അനുവദിച്ചത്. ഇതിൽ കിഫ്ബി ഫണ്ടിംഗ് മുഖേന നിർവഹണം നടത്തുന്ന 793.68 കിലോമീറ്റർ, 738.2 കിലോമീറ്റർ ഭാഗത്തിന് നാളിതുവരെ 3,593 കോടി രൂപയുടെ ധനാനുമതി നൽകിയിട്ടുണ്ട്. മലയോര ഹൈവേ പ്രവർത്തികൾക്കായി ഇതുവരെ 1,498.43 കോടി രൂപയാണ് കിഫ്ബി മുഖേന ചെലവഴിച്ചിട്ടുള്ളത്. മലയോര ഹൈവേ, തീരദേശ ഹൈവേ എന്നിവയും കിഫ്ബി മുതൽ മുടക്കിലാണ്. റെയിൽവേ ഓവർബ്രിഡ്ജുകളിൽ മേൽപ്പാലങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിയുടെ പ്രധാന പങ്കാളിത്തം കിഫ്ബിയാണ്. ദേശീയ പാതയുടെ ഭൂമി ഏറ്റെടുക്കലിന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ട 5,580 കോടി രൂപയും
കിഫ്ബി വഴിയാണ് സംസ്ഥാന സർക്കാർ നൽകിയത്. ഇങ്ങനെ കേന്ദ്ര സർക്കാരിന് നൽകിയ തുക സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തുകയാണ് പിന്നീട് കേന്ദ്ര സർക്കാർ ചെയ്തത്. ഫലത്തിൽ 11,000 കോടിയിലേറെ രൂപ കിഫ്ബിക്ക് NH-66 വികസനവുമായി ബന്ധപ്പെട്ട് സഹിക്കേണ്ടി വന്നു. സ്ഥലം ഏറ്റെടുക്കലടക്കം കിഫ്ബി വഴി 15,000 കോടിയോളം രൂപയുടെ 100ഓളം പദ്ധതികൾ പൂർത്തിയാക്കി കഴിഞ്ഞു. 7,200 കോടി രൂപയുടെ 132ഓളം പദ്ധതികൾ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ്. ഇവയും സമയബന്ധിതമായി പൂർത്തിയാക്കുവാനാണ് ശ്രമിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂർ നിന്നും ആരംഭിച്ച് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്ത് അവസാനിക്കുന്ന 605 കിലോമീറ്റർ ദൈർഘ്യത്തിൽ 9 തീരദേശ ജില്ലകളിലൂടെ കടന്നുപോകുന്ന തീരദേശ ഹൈവേക്ക് സർക്കാർ 6,500 കോടി രൂപയാണ് ഭരണാനുമതി നൽകിയിട്ടുള്ളത്. ഇതിൽ 509.67 കിലോമീറ്റർ ഭാഗമാണ് കിഫ്ബി ധനസഹായത്തോടുകൂടി നടപ്പിലാക്കുന്നത്. ഇതിൽ 448.98 കിലോമീറ്റർ ഭാഗത്ത് ആദ്യമായി സ്ഥലം ഏറ്റെടുക്കുന്നതിന് മാത്രമായും 38.59 കിലോമീറ്റർ ഭാഗത്ത് സ്ഥലം ഏറ്റെടുക്കുന്നതിനും നിർമ്മാണത്തിനുമായും ആകെ 3,516.46 കോടി രൂപയുടെ സാമ്പത്തികാനുമതിയാണ് നാളിതുവരെ കിഫ്ബി നൽകിയിട്ടുള്ളത്. കൂടാതെ കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ മുഖാന്തരം നടപ്പിലാക്കുന്ന പുനരധിവാസ പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾക്കായി 194.14 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ അടിവാരത്തിനും വയനാട് ജില്ലയിലെ ലക്കിടിക്കുമിടയിലുള്ള 2 വരി NH-766 11.5 കിലോമീറ്റർ നീളമുള്ള താമരശ്ശേരി ചുരത്തിൽ ഓരോ വർഷവും മൺസൂൺ ശക്തി പ്രാപിക്കുമ്പോൾ ഗതാഗതക്കുരുക്കും തടസ്സങ്ങളും അപകടങ്ങളും പതിവാകുന്നുണ്ട്. ഇതു പരിഗണിച്ച് താമരശ്ശേരി ചുരം റോഡിലെ തിരക്ക് ലഘൂകരിക്കുന്നതിനും കോഴിക്കോടും വയനാടിനുമിടയിൽ വിശ്വസനീയവും സുരക്ഷിതവുമായി എല്ലാ കാലാവസ്ഥയിലും റോഡ് കണക്ടിവിറ്റി നൽകുന്നതിനുമായി ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാത നിർമ്മാണത്തിന് കേരള സർക്കാർ അംഗീകാരം നൽകുകയും കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡിനെ പദ്ധതി നിർവഹണ ഏജൻസികളെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ സമർപ്പിച്ച വിശദ പദ്ധതി രേഖയുടെ അടിസ്ഥാനത്തിൽ 2,134.5 കോടി രൂപയുടെ ധനാനുമതി കിഫ്ബി നൽകുകയും ചെയ്തു. 8.11 കിലോമീറ്റർ നീളമുള്ള 4 വരി ഇരട്ട തുരങ്കവും ഇരുവശത്തുമുള്ള 625 മീറ്റർ നീളമുള്ള അപ്രോച്ച് റോഡും ഉൾപ്പെടെ 8.735 കിലോമീറ്റർ നീളമുള്ള പദ്ധതിയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളം ആഗോള വിനോദസഞ്ചാര ഭൂപടത്തിൽ സുപ്രധാന സാന്നിധ്യമായതിനു പിന്നിൽ സംസ്ഥാന സർക്കാരിന്റെയും കിഫ്ബിയുടെയും ദീർഘവീക്ഷണമുള്ള ഇടപെടലുകൾ നിർണായകമായിട്ടുണ്ട്. പരിസ്ഥിതി സൗഹൃദ ടൂറിസം സംരംഭങ്ങൾ, അതിമനോഹരമായ കായലുകൾ, തനതായ സംസ്കാരവും പാരമ്പര്യവും, വൈവിധ്യമാർന്ന ജനസംഖ്യാശാസ്ത്രം, ഉഷ്ണമേഖലാ കാലാവസ്ഥ, മൂടൽമഞ്ഞു നിറഞ്ഞ കുന്നിൻ പ്രദേശങ്ങൾ, ആരോഗ്യ റിസോർട്ടുകൾ, വന്യജീവി സങ്കേതങ്ങൾ, മനോഹരമായ കലാരൂപങ്ങൾ, അതിമോഹനമായ ഉത്സവങ്ങൾ തുടങ്ങിയവയാണ് കേരളത്തെ ആകർഷക വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നത്. ഇത്തരത്തിൽ സംസ്ഥാനത്തിന്റെ ടൂറിസം മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് മുഖേന 583.06 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് സർക്കാർ അംഗീകാരം നൽകിയിട്ടുള്ളത്.
കിഫ്ബിയുടെ ധനസഹായത്തോടെ ടൂറിസം മേഖലയിൽ നടപ്പാക്കുന്ന പദ്ധതികൾ പൈതൃക സംരക്ഷണ പദ്ധതികൾ, ബീച്ച് വികസന പദ്ധതികൾ, പുനരുജ്ജീവന പദ്ധതികൾ, അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ എന്നിങ്ങനെ 4 പ്രധാന വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ഇൻഗൽ മുഖേന നടപ്പിലാകുന്ന ആലപ്പുഴ പൈതൃക പദ്ധതി, KIIDC മുഖേന നടപ്പിലാകുന്ന തലശ്ശേരി പൈതൃക പദ്ധതി എന്നിവയ്ക്കായി ആകെ 171.6 കോടി രൂപയാണ് അനുവദിച്ചത്. ആലപ്പുഴ പൈതൃക പദ്ധതിയിൽ 24 പൈതൃക കേന്ദ്രങ്ങളുടെ നവീകരണവും കടൽ തീരവും കനാൽ സൈഡും ഉൾപ്പെടുന്ന അടിസ്ഥാന സൗകര്യ വികസനവും ഉൾക്കൊള്ളുന്നു. തലശ്ശേരി പൈതൃക പദ്ധതിയുടെ ഭാഗമായി 28 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വികസിപ്പിക്കും. ബീച്ച് വികസന പദ്ധതികൾക്കായി 254.53 കോടി രൂപ അനുവദിച്ചിരിക്കുന്നതിൽ ചെത്തി ബീച്ച് വികസനം, KIIDC മുഖേന മുഴുപ്പിലങ്ങാട് ബീച്ച് വികസനം, വാപ്കോസ് മുഖേന കോവളം ബീച്ച് വികസനം എന്നിവ ഉൾപ്പെടുന്നു. പുനരുജ്ജീവന പദ്ധതികളുടെ ഭാഗമായി ആക്കുളം തടാകത്തിന്റെ നവീകരണത്തിനായി വാപ്കോസ് നടപ്പിലാക്കുന്ന പദ്ധതിക്കായി 117.51 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. മുഴുപ്പിലങ്ങാട് ബീച്ചിൽ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നിർമ്മിക്കുന്ന 3 സ്റ്റാർ റിസോർട്ടിനായി 51.86 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. ആലപ്പുഴ നഗരത്തെ പുനരുജ്ജീവിപ്പിക്കുകയും നഗരത്തിന്റെ ഗൌരവമായ പൈതൃകത്തിനും വിനോദസഞ്ചാര സാധ്യതകൾക്കും മുൻതൂക്കം നൽകിക്കൊണ്ട് ടൂറിസത്തിന്റെ സുവർണകാലം വീണ്ടും സൃഷ്ടിക്കാനും ലക്ഷ്യം വെച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആലപ്പുഴ പൈതൃക പദ്ധതി. പദ്ധതിയുടെ 1ാം ഘട്ടത്തിൽ 17.191 കോടി രൂപയുടെ മൂല്യത്തിൽ മ്യൂസിയം തീമിലുള്ള 5 പദ്ധതികളും സംരക്ഷണ തീമിലുള്ള 3 പദ്ധതികളും ഉൾപ്പെടുത്തി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. തലശ്ശേരി കേന്ദ്രമാക്കി കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന 61ലധികം പൈതൃക കേന്ദ്രങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിച്ച തലശ്ശേരി പൈതൃക പദ്ധതിക്ക് 2 ഘട്ടങ്ങളിലായി 78.16 കോടി രൂപയുടെ ധനസഹായം കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പൈതൃക പാരമ്പര്യത്തെ ആഴത്തിൽ അവതരിപ്പിക്കാനും ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ടുള്ള സമഗ്രവൽക്കരണത്തിനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങൾ കഴിഞ്ഞ ഒരു 8-9 വർഷമായി സാധ്യമാക്കിയതിലെ സുപ്രധാന പങ്ക് കിഫ്ബിയാണ്. ആശുപത്രികൾ, വിദ്യാലയങ്ങൾ എന്നിവ നവീകരിച്ചത് കിഫ്ബി ഫണ്ടിംഗ് വഴിയാണ്. കേരളം നമ്പർ 1 എന്നതിലേക്ക് എത്തുന്നതിൽ കിഫ്ബി വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കേരളത്തിലെ ടൂറിസം മേഖലയടക്കമുള്ളവയെ പുതുമയുടെയും സുസ്ഥിരതയുടെയും ദിശയിൽ കൊണ്ടുപോവുക എന്നതാണ് നമ്മുടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ഇതിനായി സർക്കാരിനൊപ്പം ജനങ്ങൾക്കൊപ്പം ഒരേ മനസ്സോടെ നിൽക്കുകയാണ് കിഫ്ബിയും. അതുകൊണ്ടുതന്നെയാണ് സർക്കാരിന്റെ വികസന സ്വപ്നങ്ങളുടെ ചിറകായി കിഫ്ബി നിലകൊള്ളുന്നതും.